എല്ലാവർക്കും ഷഹബാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റോടുകൂടി ഒരു പപ്പടത്തോരനാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ, 5 പപ്പടം ഈ രൂപത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി, ഒരു സവാള, ഒരു തക്കാളി, മഞ്ഞൾപ്പൊടി, ഓയിൽ, കടുക്, ഉപ്പ്, ജീരകം, ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ള 5 അല്ലി വെളുത്തുള്ളി. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 5 അല്ലി എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ 2 എണ്ണം മതിയാകും. ഒരു ചെറിയ പീസ് ഇഞ്ചി, ചില്ലി ഫ്ലെക്സ്, കറിവേപ്പില, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മതിയാകും. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടിയിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം എല്ലാം പോയ ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് ആദ്യം പപ്പടമാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളെല്ലാ പപ്പടവും ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. ചിലതൊക്കെ ഇതുപോലെ കട്ട പിടിച്ച് കിടക്കുക. അതെല്ലാം ഓരോന്നായി തന്നെ മാറ്റി റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതേ കണ്ടില്ലേ, നമ്മുടെ പപ്പടം എല്ലാം റെഡിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതേ കണ്ടില്ലേ, ഇതുപോലെ കരിയാതെ തന്നെ റെഡിയാക്കി എടുക്കണം. അങ്ങനെ പപ്പടം എല്ലാം നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ ഒത്തിരി കൂടുതലാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് കറിവേപ്പില, അതുകൊണ്ട് നമ്മൾ ഒത്തിരി കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഓയിൽ കിടന്നൊക്കെ ഒന്ന് റെഡിയായി വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം സവാള ചെറുതായി ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് വഴന്ന് പോകണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ. അങ്ങനെ നമ്മൾ തക്കാളി എല്ലാം കണ്ടില്ലേ, ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളും സവാളയും എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്ത ശേഷം ഒത്തിരി നേരം ഒന്നും ഇട്ട് ഇളക്കരുത്. അരപ്പ് കരിഞ്ഞു പോകാനേ പാടില്ല കേട്ടോ. അരപ്പ് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇതിൻ്റെ പച്ച മണമൊക്കെ മാറി വരുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ്. അരപ്പും പപ്പടവും കൂടിയൊക്കെ എടുത്ത് കഴിക്കുമ്പോഴുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ്. വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം കൂടി നമുക്ക് ചോറ് കഴിക്കാം. അത്ര ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഇതേ കണ്ടില്ലേ, നമ്മുടെ പപ്പടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുതേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.